നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രത്യേകത വർഷത്തിൽ ഭൂരിപക്ഷം മാസവും നല്ല മഴയാണ് ഉള്ളത്. നേരത്തെ ഉള്ളതുപോലെയല്ല, കാലാവസ്ഥയിൽ വലിയ മാറ്റം വരുന്നു. നേരത്തെ നമുക്ക് ഏത് മാസം മഴ കിട്ടും എന്ന് നേരത്തെ തന്നെ നിശ്ചയിക്കാനാകുമെങ്കിൽ ഇപ്പോൾ അത് നിശ്ചയിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഇത്തവണയാണെങ്കിൽ മെയ് മാസം തന്നെ മഴ ആരംഭിച്ചു. മഴയെന്ന് പറഞ്ഞാൽ മഴവെള്ളത്തിന്റെ കനം കൂടി ശക്തി കൂടി വരുന്നു എന്നുള്ളതാണ് പഠനം. നമ്മുടെ സംസ്ഥാനം കാണാത്ത നിലയിലേക്കുള്ള വലിയ മഴയാണ് പൊതുവെ ഭൂരിപക്ഷ മാസങ്ങളിലുമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ള ഒരുപാട് പ്രതികൂലമായ വിഷയങ്ങളുണ്ട്. ഇതൊരു പ്രശ്നമാണ്. നമ്മുടെ സംസ്ഥാനമുള്ള അന്നു മുതൽ തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്ന റോഡുകളുമായി ബന്ധപ്പെട്ട കേരളത്തിൽ ഇന്നൊരു പരിശോധന നടത്തിയാൽ ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തിനും അത്ഭുതം തോന്നുന്ന നിലയിൽ ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടെ ടാർ ചെയ്ത റോഡുകളുള്ള സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ട്. നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി നോക്കിയാൽ നല്ല വീതിയുള്ള റോഡൊക്കെ ഉണ്ടാക്കാൻ അവിടെ ഭൂമിയുള്ളത് കൊണ്ട് സാധിക്കും. നമുക്ക് അത്രത്തോളം ഭൂമിയില്ല, ജനസാന്ദ്രത കൂടുതലാണ്. അതുകൊണ്ട് നല്ലൊരു വീതിയുള്ള റോഡ് എന്ന് പറഞ്ഞാൽ കുറെ പീടിക പൊളിക്കണം, കച്ചവട സ്ഥാപനങ്ങൾ പൊളിക്കണം, വീട് പൊളിക്കണം. അതത്ര എളുപ്പമല്ല. ജനസാന്ദ്രത കൂടുതലുമാണ്, പുനരധിവാസം ഒരുപാട്. എന്നാൽ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടും കർണാടകയോ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലോ ഉള്ളതുപോലെ വീതിയുള്ള റോഡ് അത്ര എളുപ്പമല്ലെങ്കിലും ഗ്രാമീണ റോഡുകൾ, ടാർ ചെയ്ത റോഡുകൾ, ലക്ഷക്കണക്കിന് കിലോമീറ്റർ റോഡുകളുള്ള സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനം മാറിയത് 1996 സഖാവ് വി കെ നായനാരുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാര വികേന്ദ്രീകരണത്തിന്റെ എല്ലാമായ ജനകീയ ആസൂത്രണം നടപ്പിലാക്കിയതിലൂടെയാണ്. ഗ്രാമതല പഞ്ചായത്തുകൾക്ക് കൂടുതൽ ഫണ്ട് ലഭിച്ചു, കൂടുതൽ റോഡ് ടാർ ചെയ്യാൻ വേണ്ടി. എന്നാൽ കനത്ത മഴക്കാലത്ത് നമുക്ക് റോഡ് പ്രവൃത്തി നടത്താൻ വേണ്ടി പറ്റില്ല എന്ന് നമുക്കറിയാം. മഴവെള്ളം ഒലിച്ചു പോകുന്ന പരിപൂർണ സംവിധാനം ഇന്നും കേരളത്തിലില്ല. ഡ്രെയിനേജ് സംവിധാനം എടുത്ത് പരിശോധിച്ചാൽ പല റോഡുകളിലും ഡ്രെയിനേജ് സംവിധാനമില്ല. റോഡിൽ വീഴുന്ന മഴവെള്ളം ഒലിച്ചു പോകാൻ സ്ഥലമില്ലാത്ത സ്ഥിതി വരുന്നു. റോഡ് എന്ന് പറയുമ്പോൾ അത് നടുവിൽ നിന്ന് രണ്ട് ഭാഗത്തേക്കും ചെറിയൊരു ചെരിവുണ്ടാവും. നമുക്ക് ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാവണമെന്നില്ല. വെള്ളം ഉൾപ്പെടെ ഒലിച്ചു പോകാൻ, ആ ഒലിച്ചു പോകുന്ന വെള്ളം ഡ്രെയിനേജിലൂടെ പോകുന്ന ഒരു സംവിധാനമില്ല. അപ്പൊ ഈ വെള്ളം റോഡിൽ കെട്ടി നിൽക്കുന്ന സ്ഥിതിയാണ്. കേരളമുള്ളന്ന് മുതൽ നമ്മുടെ നാട് നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഇതിന്റെ ഭാഗമായി റോഡുകൾ തകരുന്നു. റോഡുകളുടെ ശോചനീയ അവസ്ഥക്ക് കാരണം കാലാവസ്ഥ പ്രതികൂലമാകുന്നത് മാത്രമല്ല, മറ്റു ചില തെറ്റായ പ്രവണതകളുമുണ്ട്. റോഡ് നിർമ്മാണത്തിനും പാല നിർമ്മാണത്തിനും വേണ്ടി അനുവദിക്കപ്പെടുന്ന തുക മുഴുവൻ അതിൽ ചെലവഴിക്കപ്പെടുക എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് തെറ്റായ പ്രവണതകളെ ഇല്ലാതാക്കുന്നതിനും ഒരു സർക്കാരിന് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന കാര്യം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ എന്നൊക്കെ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അന്നൊക്കെ പശ്ചാത്തല വികസന മേഖലയിലെ പ്രവൃത്തിയുടെ സുതാര്യത ഉറപ്പുവരുത്തുവാനുള്ള എല്ലാ ഇടപെടലും നടത്തിയിട്ടുണ്ട്. എന്നാൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് നാം നേരിടുന്ന പ്രശ്നം, അത് പരിഹരിക്കുവാൻ എന്താണ് മാർഗം? 2021 മെയ് 20 ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ റിട്ടയർ ചെയ്ത പല ഉദ്യോഗസ്ഥരും എഞ്ചിനീയർമാരോടും ഈ മേഖലയിലുള്ള വിദഗ്ധരോടും, അന്ന് കോവിഡ് ആയിരുന്നു, അതുകൊണ്ട് ഓൺലൈനിലൂടെ വിദേശത്തുള്ള പല ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരോടും ഒക്കെ ചർച്ച ചെയ്തു. എങ്ങനെ നമ്മൾ ഇതിന് പരിഹാരം കാണും? മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ റോഡ് പ്രവൃത്തി നടത്തുവാനുള്ള ഒരു സംവിധാനം ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. ലോകത്ത് 1-2 രാജ്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അത് പൂർണ്ണമായും വിജയകരമാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. വലിയ ചെലവും അതിനുണ്ട്. അതുകൊണ്ട് മഴക്കാലത്ത് റോഡിന്റെ പ്രവൃത്തി നടത്താനോ, മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ റോഡിന്റെ പ്രവൃത്തി നടത്തുന്നത് പോലെ തന്നെ റോഡിലുണ്ടാകുന്ന ഗർത്തങ്ങൾ, കുഴികൾ അടക്കുവാൻ സാധിക്കാത്ത സ്ഥിതി വരും. മഴക്കാലത്ത് റോഡ് പരിപാലനത്തിനോ റോഡ് നിർമ്മാണത്തിനോ ഉള്ള സംവിധാനം വരുന്നതിനെ കുറിച്ച് ശാസ്ത്രീയമായ പഠനവും പരിശോധനയും നടത്തണം. പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ നമ്മുടെ സംസ്ഥാനത്ത് ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, KHRI. നേതൃത്വത്തിൽ സാധ്യമാകുന്ന എല്ലാവരെയും വെച്ചുകൊണ്ട് തന്നെ ഇതിൽ ചർച്ചകൾ നടത്തും.
ആ ചർച്ചകൾ നടത്തിയപ്പോൾ ഒരു ഭാഗത്ത് ശാസ്ത്രീയമായ നിർമ്മാണം, കാലാവസ്ഥക്കനുസരിച്ചുള്ള നിർമ്മാണം, ഇവ എങ്ങനെയെന്നുള്ള പരിശോധനയാണെങ്കിൽ ഇതിൽ ഒരു സർക്കാരിന് പെട്ടെന്ന് പരിഹരിക്കാൻ സാധിക്കുന്ന കാര്യം, ഒരു സർക്കാരിന്റെ കയ്യിലൊതുങ്ങുന്ന കാര്യം സുതാര്യത അത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. സുതാര്യത എങ്ങനെയൊക്കെ ഉറപ്പുവരുത്താം? ഒരു പുതിയ റോഡ് നിർമ്മിച്ചാൽ, ഒരു പുതിയ പാലം നിർമ്മിച്ചാൽ, ഒരു പുതിയ കെട്ടിടം നിർമ്മിച്ചാൽ നിലവിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ മാനുവലിൽ നിശ്ചിത കാലാവധി, പരിപാലന കാലാവധി, ഡിഫക്ട് ലയബിലിറ്റി പീരീഡ്. BMNBC റോഡിനെ കുറിച്ച് നമ്മളിവിടെ പറഞ്ഞു. ഒരു BMNBC റോഡ് നിർമ്മിച്ചു കഴിഞ്ഞാൽ ആദ്യ 3 വർഷം പരിപാലന കാലാവധിയാണ്. BMNBC അല്ലാത്തൊരു റോഡ് നിർമ്മിച്ചു കഴിഞ്ഞാൽ ആദ്യ 2 വർഷം പരിപാലന കാലാവധി. കരാറ് ഏറ്റെടുത്തവർ പ്രവൃത്തി നടത്തുന്നതിന് മുമ്പ് ഒരു തുക സർക്കാരിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. ആ തുക അവർക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ നിയമം പറയുന്നത് പോലെ സാധിക്കുക ഈ പരിപാലന കാലാവധി കഴിഞ്ഞ് ഒരു നിശ്ചിത ദിവസം, ഒരു 1-2 മാസം അല്ലെങ്കിൽ ഒരു 45 ദിവസം കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഡെപ്പോസിറ്റ് അവർക്ക് തിരിച്ചു നൽകാൻ വേണ്ടി പറയുന്നത്. അങ്ങനെ ഒരു നിയമം വരുന്നതിന്റെ കാരണം ഈ 3 വർഷം അല്ലെങ്കിൽ ഈ പരിപാലന കാലാവധിയിൽ റോഡിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്തം നിർമ്മിച്ചവർക്കാണ്. അപ്പോൾ അത് പരിഹരിക്കാൻ ഇടപെടണം. ഇത് ഒരു നിയമമാണ്. ഈ നിയമത്തെ എങ്ങനെ കേരളത്തിന്റെ ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ കൂടുതൽ നടപ്പിലാക്കാൻ സാധിക്കും? ഇതാണ് ഞങ്ങൾ ഈ ഗവൺമെന്റ് വന്നപ്പോൾ ചിന്തിച്ചത്. അതിന്റെ ഭാഗമായി ഏറ്റവും നല്ല മാർഗം സുതാര്യത ഉറപ്പുവരുത്തുക, എല്ലാം ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്. എല്ലാം ജനങ്ങളെ അറിയിക്കാൻ കേരളത്തിൽ നിർമ്മിച്ചു കഴിഞ്ഞ പുതിയ റോഡുകളുടെ പരിപാലന കാലാവധി പരസ്യപ്പെടുത്തുക, അത് സമൂഹത്തെ അറിയിക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ പലരും ശ്രദ്ധിച്ചു കാണും, റോഡിന്റെ 2 അറ്റത്തും പുതിയൊരു റോഡ് ഉണ്ടായി കഴിഞ്ഞാൽ പച്ച ബോർഡുകൾ സ്ഥാപിക്കപ്പെട്ടത്. ആ പച്ച ബോർഡിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ വകുപ്പ് മന്ത്രിയുടെയോ അല്ലെങ്കിൽ സ്ഥലം MLA-യുടെയോ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരുടെയോ ചിത്രമൊന്നും വെച്ചിട്ടില്ല. ആ പച്ച ബോർഡിൽ നിങ്ങൾക്ക് കാണാം ജനങ്ങൾ കാഴ്ചക്കാരല്ല, ജനങ്ങൾ കാവൽക്കാരാണ് എന്ന് എഴുതി വെച്ചത്. ആ പച്ച ബോർഡിൽ ഈ റോഡിന്റെ പരിപാലന കാലാവധി ഇത്ര കാലമാണ്, ഇന്ന വർഷം ഇന്ന മാസം വരെയാണ്. ഈ പരിപാലന കാലാവധിക്കുള്ളിൽ ഈ റോഡിൽ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, കുഴിയോ, പരാതിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാൻ ആ കരാറുകാരന്റെ പേരും ഫോൺ നമ്പറും ഉണ്ടാകും. ഉദ്യോഗസ്ഥന്റെ പേരുണ്ടാകില്ല, ഉദ്യോഗസ്ഥർ ട്രാൻസ്ഫർ ആയി പോകുമെന്നുള്ളത് കൊണ്ട് ഉദ്യോഗസ്ഥരുടെ സർക്കാർ ഫോൺ നമ്പർ ഉണ്ടാകും. ഇത് രണ്ടിലും വിളിച്ച് ഈ പരാതി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ടാകും. 100 കണക്കിന് കോളുകൾ ഇതിന്റെ ഭാഗമായി തുടക്കത്തിൽ ഈ ബോർഡുകൾ വെച്ചപ്പോൾ വന്നു. പിന്നീട് നിർമ്മാണം നടത്തുന്നവർ തന്നെ വലിയൊരു ശതമാനം നല്ല നിലയിൽ നിർമ്മാണം നടത്തുന്നവരാണെങ്കിലും തെറ്റായ പ്രവണതകളുടെ പിടിയിൽപ്പെട്ടവർ തന്നെ തിരിച്ചറിഞ്ഞു നിർമ്മാണത്തിന് പരിപൂർണമായി പണം ചെലവഴിച്ചിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പാളിച്ച റോഡിന് വന്നാൽ പഴയതുപോലെയല്ല, ജനങ്ങളത് തിരിച്ചറിയും, ജനങ്ങൾ തന്നെ പരാതിപ്പെടും. അപ്പോൾ നമുക്ക് കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരും. അതിലും നല്ലത് എല്ലാ പണവും റോഡ് നിർമ്മാണത്തിൽ തന്നെ ചെലവഴിക്കുക. അങ്ങനെ പച്ച ബോർഡ് വെച്ച ഡിഫക്ട് ലയബിലിറ്റി പീരീഡ് കേരളത്തിന്റെ റോഡുകളുടെ 2 അറ്റത്തും വന്നു. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, പുതിയ റോഡുകൾ മൊത്തം റോഡിന്റെ ഒരു ചെറിയ ശതമാനമാണ്. അതിലും വലിയൊരു പ്രശ്നം നേരിടുന്നത് ഒരു പുതിയ റോഡ് വന്ന് കുറച്ചു കാലം കഴിഞ്ഞാൽ റോഡ് തകരാറാകുന്നു. അവിടുത്തെ MLA-യോ അവിടുത്തെ ജനപ്രതിനിധികളോ അവിടുത്തെ രാഷ്ട്രീയ കക്ഷിയോ അവിടുത്തെ സാമൂഹിക പ്രവർത്തകരോ അവിടുത്തെ പൗരന്മാരോ അതിനെക്കുറിച്ച് പരാതിപ്പെട്ട് എസ്റ്റിമേറ്റ് ഒക്കെ എടുക്കുമ്പോഴേക്കും മഴക്കാലം വരുന്നു, റോഡ് നിർമ്മിക്കാനാകുന്നില്ല. എങ്ങനെ ഇതിന് പരിഹാരം കാണും? കേരളത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ 30,000 കിലോമീറ്റർ റോഡുകളിൽ പുതിയ റോഡുകളിൽ പച്ച ബോർഡുകൾ വന്നത് മാറ്റി നിർത്തിയാൽ വലിയൊരു ശതമാനം റോഡുകളുണ്ട്. നമുക്ക് നേരത്തെ അറിയാം, ഒരു പുതിയ റോഡ് വന്നു കഴിഞ്ഞാൽ, ഇന്നൊരു റോഡ് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ അത് BMNBC റോഡാണെങ്കിൽ 2028 ഈ മാസം മുതൽ ആ റോഡിന്റെ പരിപാലന കാലാവധി കഴിഞ്ഞു. 2028 ഓഗസ്റ്റ് 1 മുതൽ ആ റോഡ് ഇനി കുണ്ടും കുഴിയും വന്നു കഴിഞ്ഞാൽ എങ്ങനെ അത് പരിപാലിക്കും? ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ 2028 ഓഗസ്റ്റ് 1 മുതൽ പരിപാലന കാലാവധി കഴിയുന്നതിന് മുമ്പ് ഒരു ജൂലൈ മാസമോ ജൂൺ മാസമോ അല്ലെങ്കിൽ ഏപ്രിൽ മാസമോ ആ റോഡിന്റെ 1 വർഷത്തേക്ക് പരിപാലന കാലാവധി കഴിയുന്ന അന്ന് മുതൽ 1 വർഷത്തേക്കുള്ള ഒരു പുതിയ കരാർ സംവിധാനം കേരളത്തിൽ കൊണ്ടുവന്നു. ആ കരാറിന്റെ പേരാണ് റണ്ണിംഗ് കോൺട്രാക്ട്.
പരിപാലന കാലാവധി കഴിഞ്ഞ റോഡുകളെ നേരത്തെ തന്നെ ടെൻഡർ വിളിച്ച് ഓരോ വർഷവും പരിപാലിക്കുക എന്നുള്ള ഒരു പുതിയ സംവിധാനം നീണ്ട ചർച്ചയിലൂടെ ഈ മേഖലയിലെ പല വിദഗ്ധരുമായി നടത്തിയ ചർച്ചയിലൂടെ കണ്ടെത്തുകയും കേരളത്തിൽ കൊണ്ടുവരികയും ചെയ്തു. അതാണ് റണ്ണിംഗ് കോൺട്രാക്ട്. ആ റോഡുകൾ കേരളത്തിൽ വലിയൊരു ശതമാനമാണ്. ആ റോഡുകളുടെ രണ്ടറ്റത്തും പരിപാലന കാലാവധി കഴിഞ്ഞ റോഡുകളിൽ പച്ച ബോർഡാണ് വെച്ചതെങ്കിൽ ഈ റോഡുകളുടെ രണ്ടറ്റത്തും നീല ബോർഡുകൾ വെച്ചു. ഈ റോഡുകളുടെ രണ്ടറ്റത്തും വെച്ച നീല ബോർഡുകളിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ ചിത്രമല്ല ഉള്ളത്. അവിടെ കരാറെടുത്ത കരാറുകാരന്റെ പേരും ഫോൺ നമ്പറും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ ഫോൺ നമ്പർ, ടോൾ ഫ്രീ നമ്പർ ആ ബോർഡിന്റെ മുകളിൽ എഴുതി വെച്ചു. ജനങ്ങൾ കാഴ്ചക്കാരല്ല, കാവൽക്കാരാണ്. അതിന്റെ ഭാഗമായി പൊതുവെ കേരളത്തിൽ ജനങ്ങൾ തന്നെ ഓഡിറ്റിംഗ് നടത്തുന്നു, ജനങ്ങൾ തന്നെ പരിശോധിക്കുന്നു. ഈ റോഡിൽ ഇങ്ങനെ കുഴികളുണ്ടല്ലോ, ഇത് റണ്ണിംഗ് കോൺട്രാക്റ്റിൽ പെടുന്നതല്ലേ, എന്തുകൊണ്ട് ഈ റോഡിന്റെ പ്രവൃത്തി ഉദ്യോഗസ്ഥർ നടത്തിക്കുന്നില്ല, എന്തുകൊണ്ട് ഈ റോഡിന്റെ പ്രവൃത്തി കരാറുകാർ നടത്തുന്നില്ല? ഈ പരിശോധന നടക്കുന്നു, ഈ പരിശോധന നടന്നു പോകുന്നു. അതിന്റെ ഭാഗമായി വലിയൊരു ശതമാനം റോഡുകളിലും പരിപാലനം ഉറപ്പുവരുത്താൻ, സുതാര്യത ഉറപ്പുവരുത്തിയതിന്റെ ഭാഗമായി സാധിച്ചു. അതാണ് റണ്ണിംഗ് കോൺട്രാക്ടിന്റെ വിജയം. റണ്ണിംഗ് കോൺട്രാക്റ്റുള്ള റോഡുകളിൽ എവിടെയെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അതിൽ നടപടി ഉൾപ്പെടെ കൈക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് കേരളത്തിൽ വന്ന മാറ്റം. ഇത് കേരളത്തിൽ വന്ന മാറ്റമാണെങ്കിൽ ഈ 30,000 കിലോമീറ്റർ റോഡുകളിൽ പരിപാലന കാലാവധി കഴിഞ്ഞ പച്ച ബോർഡുള്ള റോഡുകളും റണ്ണിംഗ് കോൺട്രാക്റ്റിൽ പെടുന്ന നീല ബോർഡുള്ള റോഡുകളും 23,000 മുതൽ 24,000 കിലോമീറ്റർ വരെയാണ്. ബാക്കി വരുന്ന 5,000-6,000 കിലോമീറ്റർ റോഡുകളിലാണ് ഇപ്പൊ കാണുന്ന ചില പ്രശ്നങ്ങൾ. അത് പലതും പുതിയ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായ റോഡുകളാണ്. ഒരു റോഡ് നിർമ്മിക്കുമ്പോൾ പ്രത്യേകിച്ച് കിഫ്ബി പദ്ധതിയിലുള്ള റോഡാണെങ്കിൽ നമുക്കറിയാം, ഈ മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലൊക്കെ കിഫ്ബി പദ്ധതിയുടെ റോഡുകളുണ്ട്. അതിന്റെ ഭാഗമായി കുറേയേറെ സമയമെടുക്കുന്നു. ആ സമയത്ത് റോഡ് നിർമ്മാണ സമയത്തായിരിക്കും മഴ ശക്തിപ്പെടുക. അതിന് ഒരു പരിപാലനം നടത്താൻ വേണ്ടി പറ്റാത്ത പ്രശ്നം വരുന്നു. ഇങ്ങനെയുള്ള റോഡുകളാണെങ്കിൽ വലിയൊരു ശതമാനം. മറ്റൊന്ന്, ജനങ്ങളുടെ കുടിവെള്ളത്തിന്റെ ആവശ്യത്തിന്റെ ഭാഗമായിട്ടുള്ള പുതിയ റോഡുകൾ കീറുന്ന ഏർപ്പാട് നിർത്തണം എന്ന് ഈ സർക്കാർ തീരുമാനിച്ചു. റോഡ് കുടിവെള്ളത്തിന്റെ ഭാഗമായി കീറണമെങ്കിൽ റോഡ് നിർമ്മിക്കുന്നതിന് മുമ്പ് കീറണം. തിങ്കളാഴ്ച ദിവസം റോഡിന്റെ പ്രവൃത്തി കഴിയാൻ കാത്തുനിന്ന് ചൊവ്വാഴ്ച ദിവസം ചാടി വീണ് പുതിയ റോഡുകൾ കീറുന്ന ഏർപ്പാട് ഇനി കേരളത്തിൽ വേണ്ടതില്ല. ആ നിലപാട് പൊതുവെ സ്വീകരിച്ചു. അതിന്റെ ഭാഗമായി ഒരു പോർട്ടൽ വന്നു. പക്ഷെ അത് ഫലപ്രദമായില്ല. അതിനിയും ഫലപ്രദമാകണം. കേരളത്തിൽ 1000-കണക്കിന് കിലോമീറ്റർ റോഡുകൾ കുടിവെള്ളത്തിന് വേണ്ടി കീറിയിട്ട റോഡുകളുണ്ട്. ആ റോഡുകളിൽ ഇപ്പോൾ മഴക്കാലത്ത് ചില പ്രശ്നങ്ങൾ വരുന്നു. അപ്പോൾ പ്രവൃത്തി നടക്കുന്ന റോഡുകൾ, കിഫ്ബി പദ്ധതിയുടെ റോഡുകൾ, കുടിവെള്ളത്തിന് കീറിയിടുന്ന റോഡുകൾ, ഈ റോഡുകൾ മാറ്റി നിർത്തിയാൽ കേരളം ഉണ്ടായത് മുതൽ ഇന്ന് വരെ മഴക്കാലത്ത് റോഡുകളിലെ കുഴി ഒരു പ്രശ്നമാണെങ്കിൽ കേരളം ഉണ്ടായത് മുതൽ ഇന്ന് വരെ കാണാത്ത ഒരു പ്രത്യേകത, കേരളത്തിലെ 30,000 പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകളിൽ 24,000 കിലോമീറ്റർ റോഡുകളും ഇന്ന് ജനങ്ങൾക്ക് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നിലയിലേക്ക് LDF സർക്കാരിന് മാറ്റാനായി എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. ഇതൊരു തുടക്കമാണ്. ഇനി ഏത് ഗവൺമെന്റ് വന്നാൽ ഈ പച്ച ബോർഡോ നീല ബോർഡോ കൈവച്ച് മാറ്റാൻ വേണ്ടി പറ്റുമോ? പച്ച ബോർഡോ നീല ബോർഡോ ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചാൽ അത് കേരളത്തിന്റെ സുതാര്യത ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് എന്ന് തിരിച്ചറിയും.